ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആയിട്ട് ഞാൻ ഇന്നൊരു പുതിയ ഡിഷുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. ഞാനിട്ടേക്കുന്നത് സോയ ചീസ് ബോൾ. ഓക്കെ, പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി സംഭവമാണ്. അപ്പോൾ സോയ ഇഷ്ടപ്പെടാത്തവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അത് മാത്രമല്ല, നമുക്ക് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ചായ റെഡി ആകുമ്പോഴേക്കും ഇതും റെഡിയാവും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് കാണിച്ചു തരാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് സോയയാണ്. ഇത് ഈ ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് നല്ലവണ്ണം വെള്ളം പിഴിഞ്ഞ് ഞാൻ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇത് വെള്ളം പിഴിഞ്ഞ് ഇതാക്കിയപ്പോൾ സോക്ക് ചെയ്ത് എടുത്ത് നമ്മൾ ഇത്രമായത് ഇത് വേണം. പിന്നെ നമുക്ക് ആവശ്യം ഒരു വലിയ സവാള. അത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാനുള്ളതുകൊണ്ട് അരിയണമൊന്നുമില്ല, റഫായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. പിന്നെ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ എരിവിന് ആവശ്യമായ പച്ചമുളക്. പിന്നെ ആവശ്യം ചീസ്. ഇത് മൊസറല്ല ചീസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിങ്ങനെ സ്ലൈസ് ആയിട്ട് കിട്ടിയതുകൊണ്ടാണ്. അതിൻ്റെ കട്ട് പീസ് ആണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ ബ്രെഡ് ക്രംസിന് നമുക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ 5 കഷ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കി യൂസ് ചെയ്യാനാണ്. പിന്നെ പൊടികളെല്ലാം വേണം. അപ്പോൾ നമ്മൾ ചേർക്കുന്നതനുസരിച്ച് ഞാൻ പൊടികൾ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ക്രംസ് ആണ്. നമുക്ക് ഡ്രൈ ആയിരിക്കുന്ന മിക്സിയിൽ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഇട്ടാൽ ചെയ്യണം. അതിട്ട് കഴിയുമ്പോൾ ഇത് ഈറനാണ്. അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതേ ജാറിൽ തന്നെ ഓരോന്നായിട്ട് ഇട്ട് ചേർക്കാം. ആദ്യം നമുക്ക് ചേർക്കാം ഒരു സവാള, പച്ചമുളകിൻ്റെ മുറിച്ച് ചേർക്കാം. പിന്നെ നമുക്ക് സോക്ക് വെക്കുക സോയ. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ സോയ സോസ്. വളരെ കുറച്ച് മതി. ഇനി നമുക്ക് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ചെറിയ ടീസ്പൂൺ. ഒരു അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാല, ഗരം മസാലയോ ചിക്കൻ മസാലയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഫ്ലേവർ അതൊന്നും കൂടരുത്. പിന്നെ നമ്മൾ പച്ചമുളക് ഉണ്ടല്ലോ, അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ്, കളറിന് വേണ്ടി മാത്രം 1/2 ടീസ്പൂൺ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കണം. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തിടാം. അപ്പോൾ അത് നമ്മളെല്ലാം സംഭവം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോയയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി നല്ല രീതിയിൽ ക്രഷ് ചെയ്തിട്ട് കേട്ടോ, ഈ രീതിയിൽ കേട്ടോ. ഇനി നമുക്കിതെല്ലാം ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി വിജയിക്കുന്നത് കേട്ടോ. ഞാൻ ചെയ്യുന്നത് എങ്ങനെ കാണിച്ചു തരാം. നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പ് ഇട്ട് റൗണ്ട് തന്നെ വേണമെന്നില്ല. പിള്ളേർക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇതൊക്കെ പിള്ളേർക്കൊന്ന് ചെയ്യിക്കാം കേട്ടോ. അപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ആവും ചെയ്യാൻ വേണ്ടി. നമുക്ക് അതിലിങ്ങനെ കൈ പരത്തിയിട്ട് നടക്കും. മാക്സിമം കനം കുറയ്ക്കരുത്. കനം കുറച്ചാൽ ഹോൾസ് ആവില്ല. ഇത് വലിയ ഹോൾസിന് എടുക്കുക കേട്ടോ. എന്നിട്ട് നടുക്കിന് ഹോൾ ഉണ്ടാക്കി എന്നിട്ട് കുറച്ച് ചീസ് എടുത്ത് കേട്ടോ. എന്നിട്ട് ഇത് മൊത്തത്തിൽ എങ്ങനെ മൂടണം. ഇങ്ങനെ മൂടി ചീസായിട്ടാകും. എന്നിട്ട് ഒന്നും കൂടി അങ്ങനെ ഞാൻ ചെയ്തതാണ് ചെയ്ത് കേട്ടോ. ഇനി ഇതുപോലെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാം.
മുളകിന് മുളക് ചെറുതായിരിക്കും. അത് അതല്ലേ ഇത് ചീസ് ബോളാണ്. ഇത് കഴിഞ്ഞാൽ എപ്പോഴും ബ്രെഡും ബട്ടറൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നത്. എപ്പോഴും ആ സാധനത്തിന് കഴിച്ചോണ്ടിരുന്ന വയറിന് കംപ്ലൈന്റ് ആണ്. നീ എൻ്റെ ഒരു കയ്യത്ത് കണ്ട് കാണിക്കുന്ന കൈ മൊത്തം പൊടിയാക്കാതെ. അമ്മ ഇതാണ് അതൊക്കെ വല്ല കാര്യമുണ്ടോ? അമ്മയ്ക്ക് ഇതാക്കല്ലോ വല്ല കാര്യമുണ്ടോ നിനക്ക്? സഹായിച്ച അമ്മേനെ അതൊക്കെ അവിടെ കൊണ്ടുവെക്കാതെ കാശ്. നീ ഇതിൽ അവിടെ കൊണ്ടുവച്ച് അപ്പുറത്തോണ്ട് വെക്കല്ല അമ്മേനെ സഹായിക്കും. ആദ്യം മക്കളെ അപ്പനെ അമ്മേനെ സഹായിക്കണം. അത് മനസ്സിലായോ? അപ്പനമ്മ അമ്മ ഉണ്ടാക്കുന്നത് തിന്നാൻ മാത്രം കൊണ്ടുവെക്ക്. അതല്ല നിങ്ങൾ സാധനം കൊണ്ടുപോകണം. നിങ്ങൾ സാധനം അതിപ്പോ അങ്ങോട്ട് താഴെ ഇടും. അന്വേഷണേ അപ്പൊ നമ്മുടെ ബോൾസ് എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ കണ്ടോ? ഇനി നമുക്കിത് മൈദമാവിൽ മുക്കി ബ്രെഡ് ക്രംസ് മുക്കി വറക്കാം. ഓക്കെ കടി ഇപ്പൊ അമ്മ പാപ്പാണ് തരുന്നത്. ഇത് കൊച്ചിനെ ഉടുപ്പിടിപ്പിക്ക റോസ് പക്ഷെ ഉടുപ്പിടിപ്പിക്കല്ലേ? ഇപ്പൊ പാപ്പ ഉണ്ടാക്കാവേ. ഇപ്പൊ പാപ്പാണ് തരാം കേട്ടോ. അമ്മയ്ക്ക് നല്ലതാണെന്നുള്ള പിന്നെ നമുക്ക് ജ്യൂസ് പോലെ അതിനിടയ്ക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ല ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മൈദാമാവ് കലക്കണം അല്ലേ? എന്നിട്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് മുക്കി നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ ഓരോ നാട്ട് വറുക്കാം. നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് പൊട്ടിപ്പോകും. അതുകൊണ്ട് എടുക്കുമ്പോഴേക്ക് സൂക്ഷിച്ചുകൊണ്ട് എടുക്കാം. നമുക്ക് ആദ്യം എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ട് നമുക്ക് അത് 4 സെറ്റ് ചെയ്ത് വെക്കാം. ഇത് മുട്ടയൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയ ഓരോ ബോൾസും ചൂടായ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട ഉടനെ തന്നെ ഒരിക്കലും തിരിച്ചു പറ്റില്ല, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് നന്നായിട്ട് മുരിയൊക്കെ ഈ ഒരു മീഡിയത്തിലാക്കി കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് നല്ല മുടിഞ്ഞ് നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട്. കേട്ടോ കേട്ടോ ഇത്രയും മുരിഞ്ഞാൽ മതി. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ അടുത്ത ബാച്ചും നമുക്ക് ഇതുപോലെ റെഡിയാക്കി വെക്കാം. കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ 1 കപ്പ് സോയ കൊണ്ട് ഇത്രയും ആയിട്ടുണ്ട്. ഇതൊരിക്കലും പറയില്ല സോയയാണെന്ന്. സോയ ഇഷ്ടപ്പെടാത്തവർക്കും കൂടി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾ കൂട്ടുകാർക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.